ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭ പൂർണ്ണ പരാജയമെന്ന് മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ശുചീകരണ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കേണ്ട സാഹചര്യത്തിലും കാര്യമായ ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാതെ പൊന്നാനി നഗരസഭാ ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ശുചീകരണ പ്രവർത്തനത്തിന് നിയോഗിക്കാതെ ഓഫീസ് ജോലിക്ക് 10ഓളം ശുചീകരണ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രേരിത താൽക്കാലിക നിയമനങ്ങളുമാണ് ശുചീകരണ പ്രവർത്തനത്തിന് മുഖ്യ തടസ്സമാകുന്നത്. പകർച്ചവ്യാധികൾക്ക് തന്നെ കാരണമാക്കുന്ന അപകടകരമായ സാഹചര്യമാണ് പൊന്നാനി നഗരസഭാ പ്രദേശത്തുള്ളതെന്നും മുസ്ലിം ലീഗ് നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി. പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ എത്രത്തോളം അതിന്റെ ഗൗരവം നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. ശുചീകരണ ജീവനക്കാർ പൊന്നാനിൽ ആകെ 19 പേരാണുള്ളത്. സ്ഥിര ജീവനക്കാർ താൽക്കാലികം ഉൾപ്പെടെ 45ഓളം പേരാണ് നിലവിൽ ശുചീകരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും 10ഓളം സ്ഥിരം ജീവനക്കാരെ നഗരസഭ മറ്റു മേഖലയിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. 5ഓളം ഡ്രൈവർമാർ ഈ ശുചീകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. അവിടെ പ്യൂണിന്റെ ജോലി ചെയ്യേണ്ട ഓഫീസ് ഫയലുകൾ പരിശോധിക്കാൻ പോലും 2 പേരെ ഈ മേഖലയിലുള്ളവരെയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ വാച്ച്മാൻമാരായിട്ട് പല ഭാഗങ്ങളിലും നിശ്ചയിച്ചിരുന്നത് ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടവരാണ്. അല്ലെങ്കിൽ തന്നെ ആളുകളുടെ എണ്ണത്തിൽ കുറവാണ്. 10ഓളം പേർ ജോലി ഇപ്പം നിലവിലില്ല, റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യ മേഖല വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. പൊന്നാനിൽ 51 വാർഡിൽ നഗരസഭയിൽ താൽക്കാലിക നഗരസഭാ ശുചീകരണ ജീവനക്കാർ വെറും 20 പേരും 25 പേരും മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിന് പരിഹാരം കാണണം. വാർഡ് തലങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുന്നു എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, യോഗങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം വെറും പ്രഖ്യാപനത്തിലും വാർത്താ സമ്മേളനത്തിലും മാത്രം നഗരസഭ ഒതുക്കുകയാണ്. വാർഡ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയും ഉദ്ഘാടനം നടന്നു എന്നല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊന്നും കാര്യക്ഷമമായി നടത്തുന്നില്ല. കഴിഞ്ഞ തവണ നടത്തിയതിന്റെ പ്രവർത്തനത്തിന്റെ ഫണ്ട് പോലും ഇന്ന് വരെ കൊടുക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും കൗൺസിലർമാരും അവിടുത്തെ പൊതുപ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ ഇത്തവണ വിട്ടുനിൽക്കുമെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. കുഞ്ഞുമുഹമ്മദ് കടവനാട്, MP നിസാർ, കുഞ്ഞുമോൻ ഹാജി, KM ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. NCV ന്യൂസ് പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.